മാന്നർ മച്ചാൻസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എമ്പുരാനാണ്. എമ്പുരാൻ അങ്ങനെ അടുത്തൊരു ചരിത്ര നേട്ടം കൂടെ കൈവരിച്ചിരിക്കുകയാണ്. 50 കോടിക്ക് മുകളിൽ 50 ക്രോർ പ്ലസ് പ്രീ സെയിലാണ് ഇപ്പൊ എമ്പുരാൻ സിനിമയ്ക്ക് ഇതുവരെയായിട്ടും ലഭിച്ചിരിക്കുന്നത്. ഇനി റിലീസുകൾക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ ഒരു ചുരുങ്ങിയ ഒരു കാലയളവ് കൊണ്ട് ഈ സിനിമയ്ക്ക് ഉണ്ടായ ഒരു ഹൈപ്പും ആ ഒരു ഹൈപ്പിലാണ് ഇപ്പം 50 കോടിക്ക് മുകളിലുള്ള ഒരു പ്രീ സെയിൽ ഇപ്പം നടന്നിരിക്കുന്നത്. മലയാള സിനിമ ചരിത്രത്തിൽ ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഇതുവരെയായിട്ട് ഇതിന് മുമ്പത്തെ ചിത്രങ്ങളിലും ഒന്നും ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു കളക്ഷൻ ആയിട്ടുള്ള സംഭവം സാധിച്ചിട്ടില്ല. അപ്പം ഇത് ഏതായാലും വലിയൊരു സംഭവമാണ്. അപ്പം ഇതൊന്നും അല്ല, ഇതിലും കൂടുതൽ പ്രീ സെയിൽ ഇനം കിട്ടാൻ സാധ്യതയുണ്ട്. പ്രീ സെയിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ പ്രീ സെയിൽ ആണെങ്കിലും റെക്കോർഡാണ് പ്രീ സെയിൽ. ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്ന പ്രീ സെയിൽ റെക്കോർഡ് പ്രീ സെയിലാണ്. എനിക്കൊന്ന് ഇന്നത്തെ ഒരു ദിവസം കൂടെ കൊണ്ട് ഏകദേശം ഒരു 14+ ഒക്കെ കോടിയാകാൻ ചാൻസ് ഉണ്ട് കേരളത്തിൽ തന്നെ. അപ്പൊ അത്രത്തോളം ഹെവി ആയിട്ടാണ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യയിൽ നല്ല റീച്ചുള്ള രീതിക്കാണ് ഇപ്പോൾ ഈ പടത്തിന് പ്രൊമോഷൻ നടക്കുന്നത്. നല്ല രീതിക്കാണ് ഇതിന്റെ പ്രൊമോഷൻ നടക്കുന്നത്. ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ പ്രൊമോഷന് വേണ്ടി അങ്ങ് നടക്കണം. നമ്മളിപ്പോൾ യൂട്യൂബ് ഒക്കെ തുറന്നു നോക്കിയാലും കാണാൻ പറ്റും. ഒരു ദിവസം തന്നെ എത്രയോ ഇന്റർവ്യൂസ് ആണ് നമുക്ക് അവരുടെ ആ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂസ് ആയിട്ട് വരുന്നത്. അപ്പം നല്ല രീതിക്ക് ഈ പടം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്ക് അത് വളരെ വളരെ അത്യാവശ്യമാണ്. പ്രൊമോഷൻ മസ്റ്റ് ആണ്. അപ്പം അത് നല്ല രീതിക്ക് തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് നടക്കുന്നതിൻ്റെയും ആ ഒരു സംഭവങ്ങൾ കൊണ്ടും കൂടാണ് ഇപ്പോൾ ഇത്രയും ഒരു വലിയൊരു സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു സംഭവമാണ്. എന്തായാലും ഇതുപോലുള്ള ഇനിയിപ്പം ഈ ഒരു സിനിമയുടെ പ്രീ സെയിലൊക്കെ ക്ലോസ് ആവുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ലാസ്റ്റ് എത്ര ഡിജിറ്റ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൈൻഡിൽ എത്ര ഡിജിറ്റ് വരെ പ്രീ സെയിൽ കിട്ടാം, ഓൾ ഓവർ ഇന്ത്യയിൽ എത്ര ഡിജിറ്റ് വരെ കിട്ടാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നിടത്തോടൊക്കെ ഒരു മാച്ച് ആണെങ്കിലൊക്കെ രസമല്ലേ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇതൊരു വലിയൊരു സംഭവം തന്നെ ആയിരിക്കും ഈ സിനിമ ഇപ്പം നമ്മുടെ പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഫുൾ പോസിറ്റീവ് റിവ്യൂയോടെ നല്ല രീതിക്ക് ഓടണമെന്നാണ് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിക്കത്തെ ഫൈനൽ കളക്ഷൻ ആയിരിക്കും. പിന്നെ അത് തോക്കണമെങ്കിൽ എമ്പുരാൻ 3 തന്നെ വരേണ്ടി വരും. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഈ സിനിമ ഭയങ്കര ഒരു വിജയമായെങ്കിൽ മാത്രമേ 3 സംഭവിക്കത്തുള്ളൂ. ആ പുള്ളിയുടെ ഭാഗം കൊണ്ട് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 എന്ന് പറയുന്നത് വലിയൊരു സിനിമയാണ്, അത് കുറച്ച് വലിയ സിനിമയാണ്. അപ്പോൾ അതിന് കുറച്ച് ബഡ്ജറ്റ് ഒക്കെ വേണ്ടി വരുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിന് അദ്ദേഹം ചെറിയ സിനിമ എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം ഒരു സിനിമ വലിയ സിനിമയാണെന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതുപോലുള്ള കുറേ ചിത്രങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ സിനിമ കണ്ട് ഈ സിനിമ നല്ലതാണെങ്കിൽ ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായം പറയുക. അല്ലാതെ ഹേറ്റേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പടം സ്പോയിൽ ചെയ്തൊന്നും അലമ്പാക്കാതിരിക്കുക. ഇത് ഇത്രയൊക്കെയുള്ളൂ നമുക്ക് പറയാനുള്ളത്. എന്തായാലും മലയാളികൾക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും ഇത് നമ്മുടെ ചിത്രമാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ചിത്രമാകട്ടെ എമ്പുരാൻ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എമ്പുരാന്റെ ആ ഒരു ഫൈനൽ പ്രീ സെയിൽ കളക്ഷൻ എത്രത്തോളം ആകുമെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക.